നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ജോലിസ്ഥലത്ത് ഒരു വലിയ പ്രൊജക്റ്റ് സമയത്ത് തീർത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ തോറ്റാൽ, അതിന് കാരണം എപ്പോഴും മറ്റെന്തെങ്കിലും ആയിരിക്കുമെന്ന്. അതെ, എപ്പോഴും അങ്ങനെയാണല്ലോ. ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്തില്ല എന്നൊക്കെ നമ്മൾ പറയും. കൃത്യം. ഒരുപാട് കാരണങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാവും. എന്നാൽ നമ്മൾ 1ാം റാങ്ക് വാങ്ങിയാലോ, അതല്ലെങ്കിൽ ബിസിനസ്സിൽ വലിയൊരു ലാഭമുണ്ടാക്കിയാലോ? ഓ, അപ്പോൾ കഥ മാറും. അതെ. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇതെന്റെ മാത്രം ബുദ്ധിയും പിന്നെ എന്റെ മാത്രം കഠിനാധ്വാനവുമാണ് എന്നാണ്. വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവനായി നമ്മൾ സ്വന്തമാക്കും, തോൽവിയുടെ ഭാരം മറ്റുള്ളവരുടെയും സാഹചര്യങ്ങളുടെയും തലയിൽ വെക്കും. ശരിക്കും ഒരു സ്ഥിരം പരിപാടിയാണതല്ലേ? വളരെ ശരിയാണ്. അപ്പോൾ ഈയൊരു സ്വഭാവം എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത്തരം നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രതികരണങ്ങളുടെ പിന്നിലെ മനഃശാസ്ത്രമന്വേഷിക്കുന്ന ഒരു പുതിയ ആഴത്തിലുള്ള പഠനത്തിലേക്ക്, ഈ സവിസ്തരമായ ചർച്ചയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായി നോക്കുന്നത് ബിയോണ്ട് എൻറ്റൈറ്റിൽമെന്റ്, ലെസൺസ് ഇൻ ഹ്യൂമിലിറ്റി ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ഉറവിടത്തിലെ ആശയങ്ങളാണ്. ഒപ്പം സൂറ ഫുസിലത്ത് 41-ാം അധ്യായം 50-ാം വാക്യത്തിലെ ചില പുരാതനമായ നിരീക്ഷണങ്ങളും നമ്മൾ പരിശോധിക്കുന്നുണ്ട്. മനുഷ്യന് ബുദ്ധിമുട്ടുകൾക്ക് ശേഷം ആശ്വാസം ലഭിക്കുമ്പോൾ ഇതൊക്കെ എന്റെ മാത്രം കഴിവുകൊണ്ടാണ് എന്ന് ചിന്തിക്കുന്ന ആ ഒരു അമിതമായ അവകാശവാദത്തിൽ നിന്ന് വിനയത്തിലേക്കും കൃതജ്ഞതയിലേക്കും എങ്ങനെ മാറാമെന്നാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കുന്നത്. ഇത് ശരിക്കും വളരെ രസകരമായൊരു വിഷയമാണ്. ഈയൊരു സ്വഭാവത്തെ, അതായത് നേട്ടങ്ങളെല്ലാം എന്റേത് മാത്രമാണെന്ന് വിശ്വസിക്കുന്നതിനെ സൈക്കോളജിയിൽ സെൽഫ് സർവിംഗ് ബയാസ് എന്നാണ് വിളിക്കുന്നത്. സെൽഫ് സർവിംഗ് ബയാസ്, അതായത് നമ്മൾ നമ്മളെ തന്നെ സഹായിക്കുന്ന ഒരു തരം പക്ഷപാതം. അതെ അതെ, നമ്മുടെ തലച്ചോറ് നമ്മുടെ ഈഗോയെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു തരം പ്രതിരോധ സംവിധാനമാണിത്. ഒരു നേട്ടമുണ്ടാകുമ്പോൾ അതിലേക്ക് നയിച്ച ബാഹ്യഘടകങ്ങളെ നമ്മുടെ തലച്ചോറ് ബോധപൂർവമങ്ങ് ബ്ലർ ചെയ്ത് കളയുന്നു. ബാഹ്യഘടകങ്ങൾ എന്ന് പറയുമ്പോ? അതായത് നമ്മൾ ജനിച്ച സാഹചര്യം, നമുക്ക് ലഭിച്ച അവസരങ്ങൾ, അല്പം ഭാഗ്യം, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്ത ചെറിയ സഹായങ്ങൾ, ഇതൊന്നും നമ്മൾ കാണില്ല. നമ്മളെ മാത്രം ഫോക്കസ് ചെയ്യുന്നു. ഓ, മനസ്സിലായി. ഇവിടെയാണ് നമ്മൾ ഈ സൂറ ഫുസ്സിലത്തിലെ വരികൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ ഈ മനുഷ്യ സ്വഭാവത്തെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട്. മനുഷ്യന് ഒരു വലിയ ബുദ്ധിമുട്ടിനു ശേഷം അല്പം ആശ്വാസം ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി തരണം ചെയ്ത് കഴിയുമ്പോൾ, ഇതൊക്കെ എന്റെ അവകാശമാണ്, ഞാൻ അർഹിക്കുന്നതാണ് എന്ന് സ്വാഭാവികമായും അവൻ പറഞ്ഞു പോകുമെന്നാണ് അവിടെ പരാമർശിക്കുന്നത്. ശരിക്കും പുരാതനമായ ഈ നിരീക്ഷണം ഇന്നത്തെ ആധുനിക മനഃശാസ്ത്രവുമായി വളരെ കൃത്യമായി ചേർന്നു നിൽക്കുന്നു എന്നത് അതിശയകരമാണ്. ശരി, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. തീർച്ചയായും. എനിക്കൊരു ഉദാഹരണം പറയാൻ തോന്നുകയാണ്. ഇപ്പം നമ്മളൊരു വലിയ മല കയറാൻ പോവുകയാണെന്ന് വെക്കുക. ആ മലമുകളിലെത്താൻ മറ്റുള്ളവർ നമ്മെ പല വിധത്തിൽ സഹായിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ ഒരാൾ നമുക്ക് വഴി പറഞ്ഞു തന്നിട്ടുണ്ടാകാം, മറ്റൊരാൾ വെള്ളം തന്നിട്ടുണ്ടാകാം. അതെ, ചിലപ്പോൾ നല്ല കാലാവസ്ഥയുമായിരിക്കാം. കൃത്യം, നല്ല കാലാവസ്ഥ. പക്ഷെ നമ്മൾ മുകളിലെത്തുമ്പോൾ ഇതൊക്കെ എന്റെ മാത്രം കഴിവാണ്, എന്റെ മാത്രം കായികക്ഷമതയാണ് എന്ന് ചിന്തിക്കും. അതിലെന്താണ് ഇത്ര വലിയ തെറ്റ് എന്ന് ഞാൻ ചോദിച്ചാൽ, ഞാൻ എന്റെ ഉറക്കം കളഞ്ഞ് കഷ്ടപ്പെട്ടു, അപ്പോൾ ഞാൻ അതിൽ അല്പം അഭിമാനിക്കുന്നതിൽ ഒരു ന്യായമില്ലേ? കഠിനാധ്വാനത്തെ അംഗീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, അത് തീർച്ചയായും വേണം. എന്നാൽ പ്രശ്നം തുടങ്ങുന്നത് ആ വിജയത്തിന്റെ 100% അവകാശവും നമ്മൾ ഒറ്റയ്ക്ക് ഏറ്റെടുക്കുമ്പോഴാണ്. 100% നമ്മൾ എടുക്കുന്നു. അതെ, ഇതിനെയാണ് ആ ഉറവിടത്തിൽ ക്രെഡിറ്റ് മോഷ്ടാവ് അഥവാ ക്രെഡിറ്റ് തീഫ് എന്നൊരു രീതിയിൽ വിശേഷിപ്പിക്കുന്നത്. ഒരുപാട് പേർ ചേർന്ന് നിർമ്മിച്ചൊരു സിനിമയ്ക്ക് ഒരൊറ്റ നടൻ മാത്രം എല്ലാ അവാർഡും ക്രെഡിറ്റും എടുക്കുന്നത് പോലെയാണത്. നല്ലൊരു ഉദാഹരണം. നിങ്ങളൊരു മികച്ച ബിസിനസ്സുകാരനായിരിക്കാം. പക്ഷേ നിങ്ങൾ ജനിച്ച രാജ്യം, നിങ്ങൾക്ക് കിട്ടിയ വിദ്യാഭ്യാസം, നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് കിട്ടിയ ലോൺ, ഇതൊക്കെ നിങ്ങളുടെ മാത്രം കഴിവല്ലല്ലോ. അല്ല, തീർച്ചയായും അല്ല. അപ്പോൾ സ്വന്തം നേട്ടങ്ങൾക്ക് പിന്നിലെ ഈ കാരണങ്ങളെ നമ്മൾ സത്യസന്ധമായി വിലയിരുത്തണം. അതിനെ ഓഡിറ്റ് യുവർ ആട്രിബ്യൂഷൻ എന്നാണ് പറയുന്നത്. കാരണം എനിക്കെല്ലാം കിട്ടാൻ അർഹതയുണ്ട് എന്ന അമിതമായ എൻറ്റൈറ്റിൽമെന്റ് ചിന്ത നമ്മളെ വളരെ ദുർബലരാക്കും. അതായത് എല്ലാം എന്റെ മാത്രം കഴിവാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ചെറിയൊരു പരാജയം ഉണ്ടാകുമ്പോൾ അത് താങ്ങാൻ കഴിയില്ല എന്നാണോ? വളരെ ശരിയാണ്. പരാജയം വരുമ്പോൾ അവർ പൂർണ്ണമായും തകർന്നു പോകും. അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ഒരു സത്യസന്ധത കാണിക്കണം. എന്റെ വിജയത്തിന് കാരണം ഞാൻ മാത്രമല്ല എന്നൊരു ഓഡിറ്റിംഗ് നടത്തണം. പക്ഷെ അവിടെ എനിക്കൊരു സംശയമുണ്ട്.
നമ്മളീ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചാൽ തന്നെ, അതായത് എന്റെ നേട്ടങ്ങളിൽ എന്റെ കഴിവ് മാത്രമല്ല, അതിൽ ഭാഗ്യവും മറ്റുള്ളവരുടെ സഹായമുണ്ട് എന്ന് വിശ്വസിച്ചാൽ, പിന്നെ ഞാൻ എന്തിനാണ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത്? ഇതൊരു വലിയ ചോദ്യമാണ്. അതായത് എന്തായാലും ഇതൊന്നും എന്റെ മാത്രം കഴിവല്ലല്ലോ, എല്ലാം സാഹചര്യങ്ങൾ പോലെയല്ലേ നടക്കുന്നത്, അപ്പോൾ പിന്നെ ഞാൻ എന്തിനു വെറുതെ കഷ്ടപ്പെടണം എന്നൊരു തോന്നൽ, ഒരുതരം അലംഭാവം മനുഷ്യന് വരില്ലേ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്. ഈയൊരു ചോദ്യമാണ് നമ്മളെ പ്രചോദനത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എല്ലാം എന്റെ കഴിവാണെന്ന് വിശ്വസിക്കുന്നത് എത്രത്തോളം തെറ്റാണോ, അതുപോലെ തന്നെ അപകടമാണ് എനിക്കിതിൽ യാതൊരു റോളുമില്ല എന്ന് വിശ്വസിച്ച് അലംഭാവത്തിലേക്ക്, അതായത് കംപ്ലൈസൻസിലേക്ക് പോകുന്നതും. ശരിയാണ്, രണ്ടും എക്സ്ട്രീമാണ്. അതെ. നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും പരിശ്രമിക്കുന്നത് ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു പ്രതിഫലം കിട്ടാൻ വേണ്ടി മാത്രമാണ്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും സമൂഹവുമൊക്കെ നമ്മളെ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഇത് ചെയ്താൽ ഇത് കിട്ടും എന്നൊരു കണക്കുകൂട്ടൽ. എന്നുവെച്ചാൽ നമ്മൾ എപ്പോഴും ഭാവിയെക്കുറിച്ചുള്ളൊരു ഉത്കണ്ഠയിലാണ് ജീവിക്കുന്നത്. ഈ ടാസ്ക് കഴിഞ്ഞാൽ എന്തു കിട്ടും, എനിക്ക് പ്രമോഷൻ കിട്ടുമോ, ആളുകൾ എന്നെ അഭിനന്ദിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകൾ. അതെ അതെ, ഇതിനെ ഔട്ട്കം ബേസ്ഡ് മോട്ടിവേഷൻ എന്ന് പറയാം. എനിക്ക് തോന്നുന്നത് നമ്മളൊരു കോയിൻ ഇട്ടാൽ താഴെ കൂടി ചോക്ലേറ്റ് വരുന്ന ഒരു വെൻഡിംഗ് മെഷീൻ പോലെയാണ് ജീവിതത്തെ കാണുന്നതെന്നാണ്. ഞാൻ ഇത്ര ഹാർഡ് വർക്ക് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഇത്ര കോയിൻ ഇട്ടു, അതിനാൽ എനിക്കിത് കിട്ടിയേ തീരൂ എന്നുള്ള വാശി. ഓ, ആ വെൻഡിംഗ് മെഷീൻ ഉദാഹരണം വളരെ കൃത്യമാണ്. ആ ഒരു ചിന്താഗതി തന്നെയാണ് ഇന്നത്തെ നമ്മുടെ പല സ്ട്രെസ്സിനും പ്രധാന കാരണം. നിങ്ങൾ കഠിനാധ്വാനം ചെയ്തു എന്നത് സത്യമാണ്, പക്ഷേ ജീവിതം എപ്പോഴും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന റിസൾട്ട് തരണമെന്നില്ല. അതെ, ജീവിതം ഒരു മെഷീൻ അല്ലല്ലോ. അവിടെയാണ് ഗ്രോത്ത് മൈൻഡ്സെറ്റ് പ്രസക്തമാകുന്നത്. അലംഭാവത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് പരിശ്രമിക്കുന്നത് നിർത്തുകയല്ല, മറിച്ച് പരിശ്രമിക്കുന്നതിന്റെ കാരണം മാറ്റുകയാണ്. കാരണം മാറ്റുക, അതായത് കിട്ടാൻ പോകുന്ന ഫലത്തിൽ നിന്ന് മാറി മറ്റെന്തെങ്കിലും ഫോക്കസ് ചെയ്യുക. അതെ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തന പ്രക്രിയയ്ക്ക് അല്ലെങ്കിൽ പ്രോസസ്സിന് പ്രാധാന്യം നൽകണം. ഇതിനെ പ്രോസസ് ഓവർ ഔട്ട്കം എന്ന് പറയും. നിങ്ങളൊരു ലക്ഷ്യത്തിനു വേണ്ടി കഷ്ടപ്പെടുന്നത് ഒരു പ്രത്യേക റിസൾട്ട് ഉണ്ടാക്കിയെടുത്ത് നിങ്ങളുടെ മൂല്യം മറ്റുള്ളവരെ കാണിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടി ആകരുത്, മറിച്ച് ആ ജോലി ചെയ്യുന്നതിലെ അർത്ഥവും അതിനോടുള്ള പ്രതിബദ്ധതയും കൊണ്ടാവണം. ഓ, ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ രസകരമാകുന്നത്. ഒരു റിസൾട്ടിനു വേണ്ടി മാത്രം ചെയ്യാതെ ആ ചെയ്യുന്ന പ്രവൃത്തി തന്നെ നമ്മൾ ആസ്വദിച്ചു തുടങ്ങണം. അപ്പോൾ ദിവസവുമുള്ള നമ്മുടെ പ്രവൃത്തികൾ കൂടുതൽ അർത്ഥവത്തായ ഒരു ലക്ഷ്യവുമായി ബന്ധിക്കപ്പെടുന്നു, അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതാണ്. ഒരു ചെക്ക് ലിസ്റ്റ് ടിക്ക് ചെയ്യുന്നതുപോലെ വെറുതെ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് പകരം അതിലൊരു മൂല്യം കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നു. അപ്പോൾ ഈ റിസൾട്ട് നമ്മുടെ കൺട്രോളിലല്ല എന്ന് മനസ്സിലാക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു നിരാശ വലിയൊരളവ് വരെ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. തീർച്ചയായും. ഇതിൽ മറ്റൊരു ശാസ്ത്രീയ വശം കൂടിയുണ്ട്. നമ്മൾ ഫലത്തെ മാത്രം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിൻ സിസ്റ്റം ആ ഫലം കിട്ടുന്ന നിമിഷത്തിലേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഫലം കിട്ടിയില്ലെങ്കിൽ ഡോപ്പമിൻ ഡ്രോപ്പ് ആവും, അപ്പോൾ വലിയ നിരാശയും വരും. അതെ. എന്നാൽ നിങ്ങൾ പ്രോസസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ ആ ജോലിയിൽ പൂർണ്ണമായി മുഴുകുന്നു. നിങ്ങളുടെ ഓരോ ചെറിയ ചുവടുവെപ്പുകളും നിങ്ങൾക്ക് സന്തോഷം നൽകുന്നു. ഫലം എന്തുതന്നെയായാലും നിങ്ങളുടെ പരിശ്രമങ്ങൾ കൂടുതൽ സുസ്ഥിരമാകുന്നത് അവിടെയാണ്. ശരിക്കും അതൊരു വലിയ മാറ്റമാണ്. അതെ. റിസൾട്ടിനെക്കുറിച്ചുള്ള അമിത ആശങ്കകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ജീവിതത്തിലേക്ക് വരുന്ന നല്ല കാര്യങ്ങളെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിലും വലിയ മാറ്റം വരും. എനിക്ക് തോന്നുന്നത് റിസൾട്ട് മാത്രമല്ലല്ലോ ജീവിതം. നമ്മൾ ഈ വെൻഡിംഗ് മെഷീൻ എന്ന ആശയം പറഞ്ഞല്ലോ. എനിക്ക് ഇത്രയേ കിട്ടാൻ അർഹതയുള്ളൂ എന്ന് നമ്മൾ കണക്കുകൂട്ടി വയ്ക്കും. അതിൽ നിന്ന് മാറി ദിവസവും നമുക്ക് കിട്ടുന്ന ചെറിയ കാര്യങ്ങളെ നമ്മൾ വെറും നേട്ടങ്ങളായല്ല, മറിച്ച് ഒരു സമ്മാനമായി കാണാൻ തുടങ്ങിയാൽ എന്തായിരിക്കും മാറ്റം? അതൊരു വളരെ നിർണായകമായ വൈകാരിക മാറ്റമാണ്. ഉദാഹരണത്തിന്, നല്ലൊരു ആരോഗ്യമുള്ള ദിവസം, നല്ലൊരു കാലാവസ്ഥ, അല്ലെങ്കിൽ ട്രാഫിക്കിൽ പെടാതെ ഓഫീസിലെത്താൻ കഴിഞ്ഞത്, ഇതൊക്കെ ഞാൻ പണം കൊടുത്തു വാങ്ങിയതോ അല്ലെങ്കിൽ ഞാൻ അർഹിക്കുന്നതോ ആണെന്ന് ചിന്തിക്കുന്നതിന് പകരം ഇതൊക്കെ എനിക്ക് വെറുതെ കിട്ടിയ ഒരു വലിയ സമ്മാനമാണെന്ന് വിചാരിച്ചാൽ നമ്മുടെ മനസ്സിന്റെ ആ ഒരു ഭാരമങ്ങ് കുറയല്ലേ? ഭയങ്കരമായി കുറയും. ഇതിനെ ഗിഫ്റ്റ് മെന്റാലിറ്റി എന്ന് വിളിക്കാം. ഇത് ഞാൻ അർഹിക്കുന്നതാണ്, എനിക്കിത് കിട്ടണം എന്ന അമിതമായ എൻടൈറ്റിൽമെന്റിൽ നിന്ന് ഇതൊരു സമ്മാനമാണ് എന്ന ചിന്തയിലേക്കുള്ള മാറ്റം നമ്മുടെ കോർട്ടിസോൾ ലെവൽ, അതായത് സ്ട്രെസ് ഹോർമോൺ, കുറയ്ക്കാൻ വലിയ രീതിയിൽ സഹായിക്കും.
ഓ, കോർട്ടിസോൾ ലെവൽ വരെ കുറയും. അതെ, കാരണം എല്ലാം എന്റെ കൺട്രോളിലാണ്, എന്റെ ജീവിതത്തിന്റെ ഒരേ ഒരു ശില്പി ഞാൻ മാത്രമാണ് എന്ന ചിന്ത ഭയങ്കരമായൊരു ഭാരമാണ് മനുഷ്യന് നൽകുന്നത്. എന്തെങ്കിലുമൊന്ന് പാളിപ്പോയാൽ മുഴുവൻ കുറ്റവും സ്വന്തം തലയിലാവുമല്ലോ. ശരിയാണ്, അത് ഭയങ്കര സ്ട്രെസ്സാവും. എന്നാൽ ഞാനിതിന് പൂർണ്ണമായും അർഹനാണോ എന്നെനിക്കറിയില്ല. ഒരുപാട് കാര്യങ്ങൾ എന്റെ നിയന്ത്രണത്തിലല്ല, എന്നാലും എനിക്കും ഇത്രയും നല്ല കാര്യങ്ങൾ കിട്ടിയല്ലോ എന്ന ചിന്ത നമ്മളിൽ യഥാർത്ഥ വിനയവും സമാധാനവും വളർത്തും. ഇതൊരു സിദ്ധാന്തം മാത്രമല്ല, ഇത് പ്രായോഗികമാക്കാൻ മനഃശാസ്ത്രം നിർദ്ദേശിക്കുന്ന ഒരു അഭ്യാസമുണ്ട്. ഏതാണ് അഭ്യാസം? ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപ് 3 നല്ല കാര്യങ്ങൾ ഓർത്തെടുക്കുക എന്നതാണത്. 3 ഗുഡ് തിങ്സ് എക്സസൈസ്. പക്ഷേ ഇതിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് നമ്മൾ അന്ന് ചെയ്തു തീർത്ത അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായി നേടിയെടുത്ത 3 കാര്യങ്ങളല്ലേ? അതായത്, ഞാൻ ഇന്ന് 2 മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു, 10 കിലോമീറ്റർ ഓടി എന്നൊക്കെ. അവിടെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. നിങ്ങൾ സ്വന്തമായി നേടിയെടുത്ത 3 കാര്യങ്ങളല്ല ഓർക്കേണ്ടത്, മറിച്ച് നിങ്ങൾക്കന്ന് ലഭിച്ച 3 നല്ല കാര്യങ്ങളാണ്. ഓ, ലഭിച്ച കാര്യങ്ങൾ. അതെ, ഒരുപക്ഷെ ഒരു സുഹൃത്ത് നിങ്ങളെ വിളിച്ചതാകാം, ഒരാൾ നിങ്ങൾക്കൊരു ചായ വാങ്ങി തന്നതാകാം, അല്ലെങ്കിൽ മഴ കൊള്ളാതെ വീട്ടിലെത്താൻ കഴിഞ്ഞതാകാം. അത് നിങ്ങളുടെ നേട്ടങ്ങളിൽ നിന്നുള്ള ഫോക്കസ് മാറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുറത്തുനിന്നു വന്ന അനുഗ്രഹങ്ങളിലേക്കും സമ്മാനങ്ങളിലേക്കും തിരിച്ചുവിടുന്നു. ഇത് ഭയങ്കര രസമുള്ളൊരു ഐഡിയ ആണല്ലോ. ഇത് ദിവസവും ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറ് നിരന്തരം ന്യൂനതകൾ മാത്രം കണ്ടുപിടിക്കുന്ന ആ ഒരു സ്കേഴ്സിറ്റി മൈൻഡ്സെറ്റിൽ നിന്ന് മാറി ഉള്ള കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നതിലേക്ക് ശരിക്കും റീവയർ ചെയ്യപ്പെടും. അപ്പോൾ ഇതിന്റെ എല്ലാം അർത്ഥം എന്താണ്? ഇത് കേൾക്കുമ്പോൾ ഇന്നത്തെ സമൂഹത്തിന്റെ ചിന്താഗതിക്ക് നേരെ വിപരീതമാണെന്ന് പലർക്കും തോന്നും. നമ്മൾ ജീവിക്കുന്ന ലോകം നമ്മളോട് എപ്പോഴും പറയുന്നത്, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ തുറന്നാൽ നമ്മൾ കാണുന്നത് സെൽഫ് മെയ്ഡ് ബില്യനെയർ അല്ലെങ്കിൽ ഹസിൽ കൾച്ചർ എന്നൊക്കെയാണല്ലോ. അതെ, എപ്പോഴും അതുതന്നെയാണ് കേൾക്കുന്നത്. നിങ്ങളെ സഹായിക്കാൻ ആരും വരില്ല, നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേയുള്ളൂ, ആരെയും ആശ്രയിക്കാതെ ഒറ്റയ്ക്കു പൊരുതി നേടുന്നതാണ് ഏറ്റവും വലിയ ഹീറോയിസം എന്നൊക്കെയാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളെയും മറ്റുള്ളവരെയും ആശ്രയിക്കുന്നത് ഒരു ബലഹീനതയായിട്ടല്ലേ ഇന്നത്തെ സമൂഹം കാണുന്നത്? വലിയ ചിത്രവുമായി അഥവാ വിശാലമായ കാഴ്ചപ്പാടുമായി ഇതിനെ ബന്ധിപ്പിച്ചാൽ സ്വയം പര്യാപ്തത അഥവാ സെൽഫ് റിലയൻസ് എന്ന ആധുനിക മിഥ്യാധാരണയുടെ ഏറ്റവും വലിയ അപകടം അതാണ്. നമ്മളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് വാശി പിടിക്കുന്നത് പലപ്പോഴും ഒരു ശക്തിയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ അരക്ഷിതാവസ്ഥയുടെയും ഈഗോയുടെയും ലക്ഷണമാണ്. ശരിക്കും അത് പലർക്കും ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മനുഷ്യൻ ജീവശാസ്ത്രപരമായും സാമൂഹികപരമായും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ജീവിയാണ്. നമ്മളൊരു ഹൈപ്പർ സോഷ്യൽ ക്രീച്ചറാണ്. എല്ലാം ഒറ്റയ്ക്ക് നേടാമെന്നത് ഒരു മിഥ്യയാണ്. ഇവിടെയാണ് ആരോഗ്യകരമായ ആശ്രയത്വം അഥവാ ഹെൽത്തി ഡിപ്പെൻഡൻസ് എന്ന ആശയം പ്രസക്തമാവുന്നത്. ഹെൽത്തി ഡിപ്പെൻഡൻസ്, അതൊരു നല്ല വാക്കാണ്. എപ്പോൾ മറ്റുള്ളവരോട് സഹായം ചോദിക്കണമെന്നും എപ്പോൾ കാര്യങ്ങളുടെ നിയന്ത്രണങ്ങൾ വിട്ടുകൊടുക്കണമെന്നും എപ്പോൾ ഒരു തിരിച്ചടി വന്നാൽ അത് അംഗീകരിക്കണമെന്നും അറിയുന്നത് ഒരു വലിയ വൈകാരിക പക്വതയാണ്. അതൊരിക്കലും ഒരു ദുർബലതയല്ല, അതൊരു വലിയ തന്ത്രപ്രധാനമായ കഴിവാണ്. അതായത്, നമ്മൾ ട്രാഫിക് ബ്ലോക്കിൽ പെടുമ്പോൾ ഹോൺ അടിച്ച് ബഹളമുണ്ടാക്കിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്നതുപോലെ കൃത്യം. അവിടെ ആ സാഹചര്യത്തെ അംഗീകരിക്കുകയാണ് വേണ്ടത്. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെ വിട്ടുകൊടുക്കാൻ പഠിക്കുക. നമ്മൾ ഈ പറയുന്ന അവകാശവാദത്തിൽ നിന്നുള്ള മാറ്റം, പ്രോസസ്സിനുള്ള പ്രാധാന്യം, ആരോഗ്യകരമായ ആശ്രയത്വം, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വിജയത്തെ തന്നെ ഒന്ന് പുനർനിർവചിക്കേണ്ടി വരുമല്ലോ. ഒരുപാട് സമ്പത്തുണ്ടാക്കുന്നതോ സമൂഹത്തിൽ വലിയ സ്ഥാനം നേടുന്നതോ മാത്രമല്ല വിജയം എന്നൊരു ചിന്തയിലേക്ക് വരണം. തീർച്ചയായും അതെ. നമ്മൾ വിജയത്തെ പുതിയ രീതിയിൽ നിർവചിക്കേണ്ടതുണ്ട്. കേവലം വ്യക്തിപരമായ നേട്ടങ്ങളും ട്രോഫികളും മാത്രമല്ല വിജയം. ജീവിതം എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെ മുന്നോട്ടു പോവില്ലല്ലോ. അതെ, ഒരിക്കലുമില്ല. അപ്രതീക്ഷിതമായ സംഭവങ്ങളുണ്ടാകുമ്പോൾ അത് നല്ലതായാലും ചീത്തയായാലും അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് പ്രധാനം. വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ തകരാതെ നിൽക്കാനുള്ള അതിജീവനശേഷി, അതുപോലെ നല്ല കാര്യങ്ങൾ വരുമ്പോൾ ഇതെന്റെ മാത്രം കഴിവല്ല എന്ന് ചിന്തിക്കാനുള്ള വിനയം, ഈ ആന്തരികമായ കഴിവാണ് യഥാർത്ഥ വിജയം. അത് വളരെ മനോഹരമായ ഒരു ചിന്തയാണ്. കാരണം ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലുള്ളത് നമ്മുടെ പ്രതികരണം മാത്രമാണ്, സാഹചര്യങ്ങളല്ല. ഇത് തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ വിജയം. നിങ്ങൾക്ക് ഇന്നു മുതൽ തന്നെ ഒരു കാര്യം ചെയ്യാം. ഏതെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും ഫലത്തെക്കുറിച്ചുള്ള നിയന്ത്രണം ബോധപൂർവം വിട്ടുകൊടുക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ. അത് നല്ലൊരു വെല്ലുവിളിയാണ് ശ്രോതാക്കൾക്ക്.
അപ്പോൾ നമ്മൾ സ്വന്തം കഴിവിനെക്കുറിച്ചുള്ള ആ ഒരു കടുംപിടുത്തത്തിൽ നിന്ന്, അമിതമായ അവകാശവാദത്തിൽ നിന്ന് മാറേണ്ടതുണ്ട്. നമ്മൾ നേടിയതെല്ലാം നമ്മൾ അർഹിക്കുന്നതാണ് എന്ന ചിന്ത മാറ്റി, അതൊക്കെ നമുക്ക് കിട്ടിയ വലിയ സമ്മാനങ്ങളാണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങണം. അതെ, ആ ഗിഫ്റ്റ് മെന്റാലിറ്റിയിലേക്ക് വരണം. കൂടാതെ അലംഭാവം ഒഴിവാക്കാൻ റിസൾട്ടിനേക്കാൾ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിന് പ്രാധാന്യം നൽകണം. ലോകം മുഴുവൻ സ്വയം പര്യാപ്തതയെക്കുറിച്ച് വാചാലരാകുമ്പോൾ ആരോഗ്യകരമായ ആശ്രയത്വം ശീലിക്കുന്നത് നമ്മളെ വൈകാരികമായി കൂടുതൽ ശക്തരാക്കും എന്ന് മനസ്സിലാക്കണം. തീർച്ചയായും. നമ്മൾ ജീവിതത്തിലെ സകല കാര്യങ്ങളും നമ്മുടെ മുഷ്ടിയിൽ ഒതുക്കണം, എല്ലാം നിയന്ത്രിക്കണം എന്ന നമ്മുടെ വാശിയാണ് ഇന്നത്തെ നമ്മുടെ പല ഉത്കണ്ഠകൾക്കും ഡിപ്രഷനുമൊക്കെ കാരണം. അങ്ങനെയാണെങ്കിൽ എനിക്കെല്ലാം നിയന്ത്രിക്കാൻ കഴിയില്ല, എനിക്കതിന് സാധിക്കില്ല, അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് ഉറക്കെ സമ്മതിക്കുന്നതായിരിക്കില്ലേ ഈ ആധുനിക കാലത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ വിപ്ലവം? ഈ ചിന്തയോടുകൂടി ഇന്നത്തെ ഈ അന്വേഷണം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്തരം ചിന്തോദ്ദീപകമായ ആശയങ്ങളുമായി മറ്റൊരു സവിസ്തരമായ പഠനത്തിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.